മഞ്ചേരി അല്ലേ വലിയ മഹാത്മാക്കൾ പങ്കെടുത്ത കളികളിൽ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. പി പി ജെയിംസ് മഞ്ചേരിയിലേക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ചോദിക്കുകയാണ് ഗസയിൽ സംഭവിക്കുന്നത് എന്താണ് ജെയിംസ് ആർ, ഗസയിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരുപാട് പലസ്തീനികളെ ചുമ്മാ തലങ്ങും വിലങ്ങും കൊന്നുകളയാണ്, ഒരുപാട് പലസ്തീനികളെ പിടിച്ച് ബന്ദികളാക്കുകയാണ്. ഇസ്രായേലിന്റെ നരവേട്ട തുടരുകയാണോ ജെയിംസ്? ഹാഷ്മി, വല്ലാത്ത പരിതാപകരവും അത്യന്തം ക്രൂരവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഗസയിൽ ഈ മണിക്കൂറുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും ഗസയിൽ തലങ്ങും വിലങ്ങും ഇസ്രായേലി ബോംബർ വിമാനങ്ങൾ ബോംബുകൾ വർഷിക്കുകയാണ്. അവിടെ 23 ലക്ഷം ജനങ്ങളുണ്ട് ഗസയിൽ, പലസ്തീനികൾ. അവര് 1/3 പ്രദേശങ്ങളിലേക്കായി ചുരുങ്ങിയിരിക്കുന്നു. കാരണം അവരോട് ഓരോ പ്രദേശത്തു നിന്ന് ഓടിപ്പോകാൻ പറയുന്നു. അവർ സമ്മതിക്കാതെ വരുമ്പോൾ അവിടെ ബോംബ് ചെയ്യുന്നു. ജീവനും കൊണ്ട് ഓടുകയാണ്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഈ ജീവനും കൊണ്ടുള്ള ഈ പലായനം എന്നറിയില്ല. 4 ലക്ഷം പേരാണ് ഇപ്പോൾ പലായനത്തിൽ. പല സ്ഥലങ്ങളിൽ റഫയിൽ, ഖാൻ യൂനിസിൽ, വടക്കൻ ഗസയിലൊക്കെ ബോംബ് വർഷമാണ്. അതിനിടയിൽ ഈ മണിക്കൂറുകളിൽ തന്നെ 20 പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 60,000 കവിഞ്ഞിരിക്കുന്നു. വലിയ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഗസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. SKN അത് വല്ലാതെ ആൾക്കാരെ സങ്കടത്തിലാക്കിയിരിക്കുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലും ആക്രമണം നടക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസമാണ് പാലസ്തീൻ വംശജനായ അമേരിക്കൻ പൗരൻ 14 വയസ്സുകാരനെ വെടിവെച്ച് കൊന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധം വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നു. സിറിയയിൽ ആക്രമണം നടക്കുകയാണ്. സിറിയയിൽ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ 100 കണക്കിന് ആക്രമണങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തിയത്, ഈ ദിവസവും. പക്ഷെ അതിന് മാറ്റാനായി തുർക്കിയുമായി ഈ മണിക്കൂറുകളിൽ ചർച്ചയുണ്ട്. തുർക്കി ഒരു ഭാഗത്തും തുർക്കി ഇപ്പോൾ ഭരണകൂടത്തെ, സിറിയയിലെ ഭരണകൂടത്തെ അനുകൂലിക്കുന്നു. ഇസ്രായേലിനെങ്കിൽ ആക്രമണം അയച്ചുവിടുന്നു. ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമെന്നോണം ഉക്രൈനിൽ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ചർച്ച അമേരിക്കയും റഷ്യയും തമ്മിൽ നടക്കുന്നുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അദ്ദേഹം റഷ്യയിലെത്തി. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തി. അവർ പരസ്പരം, റഷ്യയും അമേരിക്ക അതിൻ്റെ ഇടയ്ക്ക് ഒരു പുട്ടുകച്ചവടം നടത്തി. അവരുടെ തടവുകാരെ കൈമാറി. പക്ഷേ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമൊന്നുമായിട്ടില്ല. ഹൂതികൾക്കെതിരെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇപ്പോഴും ബോംബർ വിമാനങ്ങൾ ചെന്ന് അവിടെ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വല്ലാത്ത രീതിയിലുള്ളൊരു സംഘർഷമാണ് പശ്ചിമേഷ്യയിൽ, ഉക്രൈനിൽ. അതിനിടയിൽ ഇറാനുമായി അമേരിക്ക ഒമാനിൽ ചർച്ച നടത്തുമെന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ആ ചർച്ച കളമൊരുങ്ങിയിരിക്കുകയാണ്. ആ ചർച്ച ഏത് നിമിഷവും നടക്കാം. കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ബോംബ് വർഷം നടത്തുമെന്നാണ് അമേരിക്ക പറയുന്നത്. ഈ തരത്തിൽ ഈ ഗൾഫ് മേഖല, ഏഷ്യൻ മേഖലയിലൊക്കെ പ്രശ്നമാണ്. അതിനിടയിലാണ് ട്രംപിൻ്റെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഒരു ഭാഗത്ത് 145% ചൈനയ്ക്കെതിരെ നികുതി അല്ലെങ്കിൽ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരിച്ച് ചൈന 125% ഉയർത്തിയിരിക്കുന്നു. ദാറ്റ്സ് എ ട്രേഡ് വാർ ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഈ യുദ്ധത്തിനിടയിൽ ഒരു വാണിജ്യ യുദ്ധം കൂടി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. SKN ഹാഷ്മി, വിജയകുമാർ.